ഹലോ ഗൈസ്, എല്ലാവർക്കും ഷാരൻസ് ക്രിയേറ്റീവ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ഒരു ട്രൈപോഡിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. 3110 എന്ന് പറയുന്ന ഒരു ട്രൈപോഡാണ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിംഗ് ക്യാരി ബാഗ്. ഇപ്പോൾ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഒരു ലോ ക്വാളിറ്റി ബാഗാണ് വന്നിരിക്കുന്നത്. ഒരു ബട്ടൺ ടൈപ്പ് ബാഗാണ്. ഇവിടെയൊക്കെ കീറിയിരിക്കുന്നില്ല. അപ്പോൾ വലിയ ക്വാളിറ്റി ഒന്നുമില്ല. പിന്നീട് നമുക്ക് നമ്മുടെ മെയിൻ സാധനമാണ്. ഓക്കെ, നമ്മുടെ ട്രൈപോഡ്. ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. കണ്ടില്ലേ ഗൈസ്, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, ഇപ്പോൾ ഒടിഞ്ഞു കഴിഞ്ഞു. ഇതിപ്പം അങ്ങനത്തെയാണ്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ഇത് വലിക്കും ഓടിയും. നമ്മൾ എന്തായാലും ഇനി ഇത് തിരിച്ചു കൊടുക്കാനായിട്ട് പോകുന്നില്ല. നമ്മളിനി ഇത് തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. നമ്മളിനി ഇത് തിരിച്ചു കൊടുക്കണേ തന്നെ ഇപ്പോൾ ഇനി റിട്ടേൺ ഒക്കെ അടിച്ച് നമുക്ക് സാധനം കിട്ടണേ തന്നെ ഇനി ഒരു 2 ആഴ്ച എടുക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റിക്കറും എല്ലാം കറക്റ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ആ അൺബോക്സിങ് വീഡിയോ കണ്ടത് ഇവിടെ ഇളകി കിടക്കുന്നത് നമ്മൾ തുറന്നപ്പം. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇളകി കിടന്നത് ഇത് നമുക്ക് ഇളക്കി മാറ്റാവുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഇളകി കിടക്കുമായിരുന്നു. പിന്നെ ഞാനത് ശരിക്ക് വെച്ചു. ആദ്യം വെച്ചപ്പോൾ കറക്റ്റ് ആയിരുന്നില്ലായിരുന്നു. നമ്മൾക്ക് ആദ്യമായിട്ട് കിട്ടിയത്, നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ വെക്കാനായിട്ട്.
ഇപ്പോൾ രണ്ടാമത് വെച്ചപ്പോൾ കറക്റ്റായി, അത് കയറി അകത്ത് ക്ലിപ്പായിട്ടിരുന്നിട്ടുണ്ട്. അത് പിന്നീട് നമുക്ക് ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ സെക്ഷൻ നമുക്ക് വരുന്നുണ്ട്. അത് നമ്മൾ ഇടത്തോട്ട് ഈ ലിവർ നമ്മൾ തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ തിരിക്കാം. എന്നിട്ട് നമുക്കിതിങ്ങനെ മുറുക്കി വെക്കണമെങ്കിൽ നമുക്ക് വലത്തോട്ട് ഈ ലിവർ തിരിച്ചാൽ മതി. ഓക്കെ, പിന്നീട് അപ്പം നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു സംഭവമാണ്. ഈ ഒരു സംഭവം നമ്മൾ കറക്റ്റായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോണിൻ്റെ പ്രൊട്ടക്ഷൻ ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു സ്പോഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പം ഫോണ് യാതൊരു വിധ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ മണ്ടയ്ക്കും അവർ അതേപോലെ സ്പോഞ്ചല്ല, നല്ലൊരു ക്ലിപ്പിംഗ് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നീട് അപ്പം എനിക്കൊരു ഇതായിട്ട് തോന്നിയത്, ഇത് കണ്ടില്ല, ഇവർ കറക്റ്റായിട്ടല്ല ഇവർ ഗ്ലൂ ചെയ്തിരിക്കുന്നത്. ഇവർ ഗ്ലൂ ചെയ്തിട്ടില്ലെന്ന് വേണം നമുക്ക് പറയാം. ഈ ഒരു സംഭവം നമുക്ക് ഇത് സ്ക്രൂ അഴിക്കാതെ തന്നെ എടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ ഗൈസ്. അപ്പം നമുക്കിതൊരു ഡിസ്അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വരുമ്പോൾ ശകലം പ്രശ്നമായിരിക്കും, അത് നമ്മളത് ശരിയാക്കിയാൽ മതി. അപ്പോൾ ഇത് നമ്മൾ എക്സ്ട്രാ ഒരു ഗ്ലൂ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണ് സേഫ്റ്റി ആയി ഇരുന്നോളും. അപ്പോൾ അവരത് നൽകിയിട്ടില്ല, അതൊക്കെ ഒരു ഫൗളാണ് ഗൈസ്. പിന്നീട് നമുക്ക് വരുന്നത് ഇതിൻ്റെ ഈ ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷൻ ലൂസൊക്കെ കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തിരിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് അവരവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് താഴത്തെ ആ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ തിരിക്കുകയാണെങ്കിൽ നമുക്കിതിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിത് നോക്കിയപ്പം എൻ്റെ നീളത്തിൻ്റെ ഒരു പകുതി ഉണ്ട് ഈ ട്രൈപോഡ്, അത്രയേ ഉള്ളൂ. നമ്മൾ കൊടുത്ത പ്രൈസിന് അത്രയും തന്നെ നമുക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു ഇവിടെ നമുക്ക് നീട്ടാൻ സാധിക്കും. നിങ്ങളപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ താഴെയൊന്നും വലുതായിട്ട് ഇടാതെ ഇടാതെ തന്നെ സൂക്ഷിക്കുക നമ്മൾ. പിന്നീട് നമുക്കിതിൻ്റെ ഈ ഒരു ആദ്യത്തെ ഒരു ലെഗാണിത്. ഈ ലെഗ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു ലെഗാണ്. രണ്ടാമത്തെ ലെഗിലോട്ട് നമ്മൾ വരുമ്പം അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ലെഗ് എന്ന് പറയുമ്പം അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് രണ്ടാമത്തെ ലെഗ്. എന്നാലും വലിയ ക്വാളിറ്റിയൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ഞാനിപ്പോൾ ഇത് മേടിച്ചത് കൊടുക്കേണ്ട എനിക്ക് 145 രൂപയാണ് ഞാൻ കൊടുത്തത്. 40 രൂപയുടെ സാധനമാണ്. അപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല നമ്മൾ കൊടുത്ത പ്രൈസ് റേഞ്ചിലാണെങ്കിൽ. ഓക്കെ, അപ്പം ഇതിൻ്റെ രണ്ടാമത്തെ ലെഗാണിത്. ഇനി നമുക്ക് മൂന്നാമത്തെ ലെഗ് ഓപ്പൺ ചെയ്യാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്ത ലെഗുകളെല്ലാം നമുക്ക് മടക്കി തന്നെ വെച്ചേക്കാം. ഇപ്പോൾ നമ്മൾ വീഡിയോ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്, നമ്മുടെ ട്രൈപോഡ് ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ. പിന്നെ ഞാൻ തന്നെയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ മടക്കിയത്. ഒത്തിരി ഇത് കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ ലെഗ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ലെഗ് എന്ന് പറയുമ്പം നമ്മൾ രണ്ടാമത്തെ കണ്ടലിലും കുറച്ച് ചെറിയ ലെഗാണ്. അപ്പോൾ അതിനൊരു മീഡിയം ക്വാളിറ്റി വരുന്നുണ്ട്. ക്വാളിറ്റി അത്രയും കിട്ടത്തുള്ളൂ, നമുക്ക് ഇത്രയും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റിലത്തെ ആ ഒരു ലെഗിലേക്കാണ് പോവേണ്ടത്. ഇപ്പം നമുക്ക് ഈ ഒരു ലെഗും നമ്മൾ അടച്ചിട്ട് നമുക്ക് നമ്മുടെ ലാസ്റ്റിലത്തെ ആ ഒരു ലെഗ്, അതായത് നാലാമത്തെ ലെഗ്, അതായത് ഇതാണ് ഞാൻ ഒന്നൊന്ന് കൂട്ടിയത്. ഓക്കെ, നമ്മൾ അതിലേക്ക് പോയപ്പം കണ്ടു ഗൈസ്. അപ്പം ഈ ഒരു കനം മാത്രമേ ഇതിനുള്ളൂ. നമ്മുടെ അപ്പോൾ ഒരു കമ്പിയുടെ കനം പോലും ഈ ഒരു സംഭവത്തിനില്ല. ഭയങ്കര ലൈറ്റ് വെയ്റ്റുമാണ്. അതും നിങ്ങൾ മാക്സിമം ഈ നാലാമത്തെ ലെഗ് ഓപ്പൺ ചെയ്യാതെ മൂന്നാമത്തെ ലെഗിലോ ഒക്കെ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യണം വീഡിയോ. ഇത് ഓപ്പൺ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യ സാഹചര്യങ്ങൾ നമ്മളെ ഫുള്ളായിട്ട് കാണിക്കുന്ന വീഡിയോ ഒക്കെയാണ് നമുക്കിതൊരു ഇതുപോലത്തെ ഡെസ്കിൻ്റെ മണ്ടക്കോ എവിടെയെങ്കിലും കയറ്റി വെച്ച് നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ലാസ്റ്റിലത്തെ ലെഗ് ഓപ്പൺ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ പല യൂട്യൂബ് വീഡിയോസിലും കണ്ടിട്ടുണ്ട് നമ്മുടെ നാലാമത്തെ ലെഗ് ഒടിഞ്ഞു പോകുന്നതായിട്ട് ഒക്കെയുള്ള വീഡിയോസ്. അത് ഈ ഒരു ട്രൈപോഡ് തന്നെയാണ് അവർ ആ വീഡിയോയിലും ഒടിഞ്ഞു പോയ ട്രൈപോഡിൻ്റെയൊക്കെ കാര്യം പറയുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിരിക്കും ഗൈസ്. അപ്പോൾ ഇതിനൊക്കെ 250 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ അത്രയും ക്വാളിറ്റി മാത്രമേ നമ്മൾ
നോക്കിയാൽ മതി. നമുക്ക് വലിയൊരു ക്വാളിറ്റി ഒന്നും ഇതിനകത്ത് കിട്ടുന്നതല്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പിന്നീടേക്ക് വന്നത് ഇവരുടെ ഈ ലെഗിൻ്റെ ഒരു കാര്യമാണ്. ഈ ലെഗ് എന്ന് പറയുന്നത് കുറച്ച് മുമ്പ് എനിക്കിവിടെ ഊരി വന്നായിരുന്നു. ഇവർ ഗ്ലൂ ഇടാത്തതുകൊണ്ടാണ് വിഷയം വരുന്നത്. ഓരോ സൈഡിലും ഇവർ ഗ്ലൂ ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇത്രയും വിഷയം വരുന്നത്. അപ്പം ഇവിടെ നമുക്കൊരു, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇവിടെ നമുക്കൊരു ലെവല് കാണിക്കുന്ന ഒരു സംഭവമില്ലേ, അത് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഫേക്കായിട്ടുള്ളതാണ്. നമുക്ക് വേണേൽ ആ ലെവല് നമുക്ക് വേറെ മേടിച്ച് നമുക്ക് വെക്കാവുന്നതാണ്. ലെവൽ കാണിക്കുന്ന ആ ഒരു നീഡിൽ നമുക്ക് വേറെ മേടിച്ച് വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു ഷോയ്ക്ക് വേണ്ടി അവർ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്കിതിന് മടക്കാം. ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുപോലത്തെ ഒത്തിരി ഉപകാരം ഇതും കൊണ്ടുണ്ട്. നമുക്കിപ്പോൾ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ എടുക്കുമ്പോഴായാലും നമുക്ക് വേറെ ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ക്യാമറ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പിടിച്ച് വലിക്കേണ്ടത്. ഇപ്പോൾ ഇത് ഒടിഞ്ഞതാണ്, എന്തായാലും അതിനി പോകും. നമുക്കിതേണ്ട ഈ ഒരു കമ്പിയിൽ നമുക്ക് പിടിച്ച് വലിച്ചാൽ മതി. ഈ കമ്പിയിലോട്ട് പിടിച്ച് പൊക്കുമ്പം നമുക്ക് ഈ കമ്പി ഇങ്ങനെ വലിഞ്ഞിട്ട് കാണാൻ സാധിക്കും. അത് വലിയുമ്പോൾ നമുക്ക് അവിടെയാണ് ക്യാമറ, നമുക്ക് ഫോൺ വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ഫോൺ വെക്കാൻ സാധിക്കും. മാക്സിമം നിങ്ങൾക്ക് വേണേൽ ഒരു ആക്ഷൻ ക്യാമറ, നമ്മുടെ ചെറിയ പ്രൈസിലൊക്കെ കിട്ടുന്ന ആക്ഷൻ ക്യാമറയൊക്കെ വെക്കാം. നമുക്ക് ഗോപ്രോയോ DSLR അതുപോലുള്ള ക്യാമറ വെക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു സ്റ്റാൻഡ് തന്നെ വേണം. ഈ സ്റ്റാൻഡിന് നമുക്ക് പോരാ. ഈ സ്റ്റാൻഡ് വലിയ ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ്. ഓക്കെ, അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി മേടിക്കാവുന്നതാണ്. അതോടൊപ്പം എൻ്റെ ഈ കൊച്ചു അൺബോക്സിങ് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിക്കണം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ളത് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.